ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഗോതമ്പ് പൊടി ശർക്കരയൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഓട്ടയുടെ റെസിപ്പിയാണ്. ഓട്ടട സാധാരണ നമ്മൾ പച്ചരി അരച്ചിട്ടാണ് എടുക്കാറുള്ളത്, കറിയുടെ കൂടെയൊക്കെയാണ് കഴിക്കാറുള്ളത്. ഇത് നമുക്ക് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് കോക്കനട്ട് മിൽക്ക് പൗഡർ ഒന്ന് കലക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാലാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി അതുപോലെ ഒരു 1/4 കപ്പ് ശർക്കര പാനിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശർക്കര ഉരുക്കി അരിച്ചെടുത്തിട്ടുള്ളതാണ്, മധുരത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഒരു 2 ഏലക്കയും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഇതൊന്ന് അടിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് പതഞ്ഞ് കിട്ടോളൊന്ന് അടിച്ചെടുക്കുക. അപ്പം അതിന് നല്ല സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ ചേർക്കാം. മൈദ ചേർക്കണമെങ്കിൽ പാൻ കേക്കിൻ്റെ ഒക്കെ ആ ഒരു തന്നെ വരിക. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് പൗഡറും കൂടെ ചേർക്കുന്നത്. അപ്പോൾ നല്ല പോലെ വീണ്ടും നമ്മളൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കുറുകിയിട്ടുള്ളൊരു മാവാണ് നമുക്ക് കിട്ടുക ഈ ഒരളവിൽ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ശർക്കര ഉരുക്കിയെടുക്കുമ്പോൾ ഒരുപാട് വെള്ളത്തിൽ ഉരുക്കിയെടുക്കണ്ട കേട്ടോ. മധുരം കുറഞ്ഞ ശർക്കരയാണെങ്കിൽ ഒരു 1/4 കപ്പ് ശർക്കര ഉരുക്കിയത് മതിയാവും. ഇനി നല്ല പോലെ നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇത്രയും ഒരു പാകത്തിനാണ് നമ്മുടെ മാവ് വേണ്ടത് കേട്ടോ. ഇതിലേറെ ഒരുപാട് ലൂസാക്കി എടുക്കരുത്. അപ്പോൾ പാൻ കേക്കിൻ്റെ ഒക്കെ ആ ഒരു പാകത്തിന് തന്നെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല. ഒരു തവ ചൂടാക്കിയിട്ട് ഓരോ കയ്യിൽ മാവ് കോരി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. തവയിലോ പാനിലോ ഒക്കെ ചെയ്യുക. കുറച്ച് വലുതാക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഓട്ടയുടെ ആ ഒരു പാകത്തിന് വലുപ്പത്തിലാക്കിയിട്ടാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് ഹോൾസൊക്കെ വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ബദാം നട്ട്സൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ കഷ്ണങ്ങൾ വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തും ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങയൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തേങ്ങ ചിരകിയിട്ടോ തേങ്ങ കഷ്ണങ്ങളാക്കിയിട്ടോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് വേവിക്കുക, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി കരിഞ്ഞു പോവും. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഓട്ടട റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വൈകുന്നേരം ചായൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, മധുരമായത് കാരണം തന്നെ ആർക്കും അത്ര ഇഷ്ടമുണ്ടാവില്ല. പക്ഷെ വൈകുന്നേരത്തിനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു കോഴിമുട്ടയും കൂടെ എക്സ്ട്രാ ചേർത്താൽ മതി. ബേക്കിംഗ് പൗഡർ അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി കേട്ടോ. ഒരു 2 മുട്ട നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ബാക്കിയുള്ളത് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ബേക്കിംഗ് പൗഡർ വേണ്ടെന്നുണ്ടെങ്കിൽ മുട്ടയുടെ അളവ് കൂട്ടി കൊടുത്താൽ മതി. ഞാൻ മുട്ടയുടെ അളവ് കുറച്ചിട്ടാണ് ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. മാവ് ഒഴിക്കുന്ന സമയത്ത് വളരെ തീ കുറച്ച് വെച്ചിട്ട് ചെയ്യാം. ഒന്ന് അടിച്ച് വെച്ചിട്ട് ഹോൾസൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബദാമിൻ്റെ കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം പോലെ ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ബദാമിൻ്റെ പീസസാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ മുഴുവനൊന്നും ചുട്ടെടുക്കണമെന്നൊന്നും കാണിക്കണില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരുപാടായി പോവും. അപ്പോൾ ഇതുപോലെ ചുട്ടെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. അടിയൊന്നും കരിയാണ്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പാൻ കേക്ക് പോലെ തന്നെയാണ്. പക്ഷെ നമ്മളതിൽ ഗോതമ്പ് ശർക്കരയൊക്കെയാണ് ചേർത്തിട്ടുള്ളത്. മൈദ പഞ്ചസാരയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ആരെടുത്തിട്ടുള്ള നല്ല ഓട്ടടയാണ്. നല്ല മധുര ഓട്ടട എന്ന് വേണമെങ്കിൽ നമുക്കിതിന് പറയാം കേട്ടോ. ഇനി ഇത് നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ഞാനിവിടെ ഹലാവ കുറച്ച് ഇതിൻ്റെ മുകളിൽ നിന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഈ ഹലാവയുടെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. ഹെൽത്തി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ എപ്പോഴും അപ്പത്തിലേക്കോ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇതിൽ പുറത്തുനിന്ന് വാങ്ങിക്കാനും കിട്ടും, വീട്ടിലുണ്ടാക്കാൻ നല്ല ഈസിയാണ്. അപ്പോൾ ഈ കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് നോക്കുക. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഹലാവയും കൂടെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഹലാവയും ബദാമൊക്കെ കൂട്ടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ അത് ചേർത്തിട്ട് നിങ്ങൾക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടത് ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യാം. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.